ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കുക, ഈ പറയുന്ന ഏതെങ്കിലും കാര്യം ഞങ്ങൾ പറയാത്തൊരു കാര്യമുണ്ടോ? പല ആവർത്തി നിയമസഭയ്ക്കകത്തും പുറത്ത് ഓൺ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു ഭരണകക്ഷി MLA തന്നെ ആവർത്തിച്ചിരിക്കുക. സർക്കാർ അല്ല ഇത് കൊള്ളക്കാർ എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന, അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് CPM-ൽ നിന്ന് ആരാണ് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത്? മുഖ്യമന്ത്രി ഏതെങ്കിലും മന്ത്രിമാര് പറഞ്ഞോ? പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദന് ഈ ആനുകൂല്യം കാണിച്ചിട്ടുണ്ട്, ഈ അൻവറിനോടുള്ള ആനുകൂല്യം? VS അച്യുതാനന്ദൻ ബക്കറ്റിലെ വെള്ളമാണെന്നാണ് പറഞ്ഞത്. VS അച്യുതാനന്ദനോട് കാണിക്കാത്ത ആനുകൂല്യം ഈ ഭരണകക്ഷി MLA-യോട് കാണിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ്. അയാൾ വേറെ എന്തോ പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. CPM ആണോ പറഞ്ഞത്? അഭ്യർത്ഥിക്കുന്നു, താങ്കൾ ഇനി ദയവ് ചെയ്ത്, എത്ര ദിവസം, 15 ദിവസം കഴിഞ്ഞപ്പോ താങ്കൾ ഇനി ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു അഭ്യർത്ഥന VS അച്യുതാനന്ദനോട് കാണിച്ചോ? ഈ ഭരണകക്ഷി MLA ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും എന്ന് ഭയന്നാണ് ജീവിക്കുന്നത്. UDF ഇനി തെരുവിലിറങ്ങിയാണ്. നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിന്റെ പ്രതിഷേധങ്ങൾ. 8-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് 13 ജില്ലാ ആസ്ഥാനങ്ങളിൽ UDF-ന്റെ വൻ പ്രതിഷേധ പരിപാടികൾ വരും.